വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കുകയാണ് വിചാരിക്കുന്നു. കുറേ നാളായല്ലേ നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫും ഇതുപോലത്തെ ഒരു കാഷ്വൽ ഇൻട്രാക്ഷൻ സാധനം എടുത്തിട്ട്. ഒത്തിരി നാളായതുപോലെ തോന്നുന്നു. എനിക്കിതൊന്നും ലാസ്റ്റ് ഞാൻ എപ്പോഴാണ് എടുത്തേ? എൻ്റെ ബർത്ത്ഡേ പിറന്നാളിനാണോ? അപ്പോഴെന്തോ ആണെന്ന് തോന്നുന്നു. എന്തായാലും ഒരുപാട് നാളായിട്ടുണ്ട്. സോ ഇന്ന് ശിവരാത്രിയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ശിവരാത്രിക്ക് ഒരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഐ തോട്ട് ഇന്നും ഞാൻ ശിവരാത്രി ഉറക്കൊഴിയുന്നുണ്ട്. അപ്പോൾ അന്ന് എൻ്റെ മെയിൻ മോട്ടിവേഷൻ വ്ളോഗ് എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് ശിവരാത്രി കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇന്നും അതേ മോട്ടിവേഷനിൽ ഞാൻ എൻ്റെ ശിവരാത്രി വ്രതം കംപ്ലീറ്റ് ചെയ്യുന്ന വിശ്വാസത്തിൽ ഞാൻ ആ വ്ളോഗ് എടുത്ത് തുടങ്ങുകയാണ്. അപ്പോൾ ആസ് യൂഷ്വൽ നോ പ്ലാൻസ്. ഇന്നും എന്താ രാവിലെ എണീച്ചു. രാവിലെ അല്ല, സമയം 9 മണിയായി. സോ എണീച്ചു, കുളിച്ചു. ഞാൻ രാവിലെ അമ്പലത്തിൽ പോകുന്നില്ല, വൈകുന്നേരമായിരിക്കും അമ്പലത്തിൽ പോകണേ. അപ്പോൾ വൈകുന്നേരം അമ്പലത്തിൽ പോകണം, രാത്രി അമ്പലത്തിൽ പോകണം. അമ്പലം വിസിറ്റ്സ് ആയിരിക്കും ബേസിക്കലി, ലൈക്ക് ലാസ്റ്റ് ടൈം തന്നെ, ബിക്കോസ് അതാണല്ലോ വേണ്ടത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഓർത്തു ഇച്ചിരി നമുക്ക് സംസാരിക്കുകയും ചെയ്യാം. കാരണം ഒത്തിരി നാളായി ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുത്തിട്ട്. അപ്പോൾ കുറേ കമൻറ്റ്സ് ഞാൻ കാണാറുണ്ട് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നൊക്കെ. പക്ഷെ പ്രത്യേകിച്ച് എൻ്റെ ലൈഫിൽ ഒന്നും നടക്കാത്തത് കൊണ്ട് എനിക്കത് ക്യാപ്ചർ ചെയ്യാനൊന്നുമില്ല. ഞാൻ രാവിലെ എണീക്കുന്നു, ഉറങ്ങുന്നു, കഴിക്കുന്നു, എണീക്കുന്നു, കഴിക്കുന്നു, അതുതന്നെയായിരുന്നു. അപ്പോൾ എനിക്കിങ്ങനെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ കാശ്മീർ പോയിട്ടുണ്ടായിരുന്നത് വ്ളോഗ് എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സാങ്കേതികമായ മടി കാരണം എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ബേസിക്കലി നിങ്ങൾ ഈ വ്ളോഗായിരിക്കും ആദ്യം കാണുന്നുണ്ടാവുക. അപ്പോൾ ഈ വ്ളോഗ് കഴിഞ്ഞ് ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ എൻ്റെ കാശ്മീർ വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ അതാണ് ഞാൻ ഒത്തിരി നാൾക്ക് ശേഷം വ്ളോഗ് എടുത്തത്. അപ്പോൾ അത് ഉടനെ അപ്ലോഡ് ചെയ്യാം. പിന്നെ എല്ലാവരും സുഖമായിട്ട് അടിപൊളിയായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ എണീച്ച് കുളിച്ച് വന്നു. സോ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമുക്ക് വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഓക്കെ, ഞാൻ മുടി വെട്ടി ഗൈസ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിന് മുന്നേ എൻ്റെ ഫോട്ടോസിലൊക്കെ. ഒരു ട്രാൻസിഷൻ വീഡിയോയ്ക്കോ അല്ലെങ്കിൽ ഹെയർ കട്ടിൻ്റെ വീഡിയോ എന്നൊക്കെ പറയാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ പോലും പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മുടി വെട്ടിയതായിരുന്നു. ഒരു കാര്യത്തിന് വേണ്ടി. ഓക്കെ, അതൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് പറയും. സം ഗുഡ് തിങ്സ് ആർ ഹാപ്പനിങ് അറൗണ്ട്. അപ്പോൾ അതെല്ലാം നടന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ തന്നെ നിങ്ങളോടൊക്കെ വന്ന് പറയൂ കേട്ടോ. സോ അപ്പോൾ അങ്ങനെ മുടി വെട്ടിയതാണ്. പിന്നെ ഞാൻ ഇപ്പോഴാണ് ഓർത്തത്, എൻ്റെ കഴിഞ്ഞ ശിവരാത്രിയുടെ സമയത്ത് ഞാൻ ഇട്ടതാടി മൂക്കുത്തി. അതിനുശേഷം ഇതുവരെ ഊരിയിട്ടില്ല. അതുവരെ മറ്റേ മൂക്കുത്തി ആയിരുന്നില്ലേ, സ്റ്റഡ്. ഇത് കഴിഞ്ഞ ശിവരാത്രിയുടെ വ്ളോഗിലാണ് ഞാൻ ഈ മൂക്കുത്തിയിലേക്ക് മാറ്റിയതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. സോ 1 വർഷമായി, സമയം പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ടോണർ മോയ്സ്ചറൈസർ ചെയ്തിട്ട് താഴെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകാം. ഓക്കെ, ഹലോ. ഞാൻ രാവിലെ കുളിച്ചു, കോവിലിൽ പോയി വിളക്കിച്ചു. നീ എന്തൊക്കെ ചെയ്തു? കുളിച്ചു, വൈകുന്നേരം അമ്മയല്ലേ എൻ്റെ അടുത്ത് വൈകുന്നേരം പോയാൽ മതി എന്ന് പറഞ്ഞ്. ഷടപ്പ്. വെള്ളം ചൂടാക്കിതാ. രാവിലെ എണീച്ച് ഞാൻ എൻ്റെ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കാൻ പോണു. സോ നിങ്ങൾക്ക് ഞാൻ മോർണിംഗ് ഡ്രിങ്ക് എങ്ങനെയാ പറ, കുറ്റം പറ. അത് അമ്മ ചൂടാക്കി കൊടുത്താൽ മാത്രമേ മോർണിംഗ് ഡ്രിങ്ക് കുടിക്കുള്ളൂ. അന്ന് മോർണിംഗ് ഡ്രിങ്ക് ഇല്ല. എല്ലാത്തിനും അമ്മയുടെ ഒരു കൈസഹായം വേണം. പിന്നെന്തിനാണ് അമ്മ? ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ നമ്മള് കോവിലിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴേ അവിടെ ഒരു മാവില് നിറയെ മാങ്ങ. ഞാനും അച്ഛനും കൂടെ അവിടെ കയറി പറിച്ചു. കിട്ടിയതാണോ മാങ്ങ? വെള്ളം ചൂടാക്കി താമ്മ. സോ വെള്ളം ചൂടാക്കാൻ വെച്ചു. നമ്മൾ ചായ ഇടുന്ന പ്ലേറ്റ് പാത്രം യൂസ് ചെയ്യാതിരിക്കുക. ബിക്കോസ് ഇതിൽ മഞ്ഞൾ ഇടുന്നോണ്ട് എന്തോ സംഭവിക്കും? പാല് പിരിയോ? പാല് പിരിയില്ല, പാലിനൊക്കെ മഞ്ഞ കളറാവും. ഓക്കെ, നമുക്ക് എന്നിട്ട് ജീരകം ഇടുക അതിലേക്ക്. ചെറിയ ജീരകം എന്ന് പ്രത്യേകം പറയണം, അത് കണ്ടാൽ മനസ്സിലാവൂലേ. പിന്നെ അതിൽ കുക്കറി ഷോ ഒന്നും നടത്തണ്ട. ലേശം മഞ്ഞൾ അങ്ങോട്ട് ഇടുക. അത് തിളക്കട്ടെ. അമ്മ ഇതിൽ ഇഞ്ചി ഇടാത്ത എന്തമ്മ? ഇഞ്ചി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി ചതച്ച് അതും കൂടി ഇട്ടാൽ നല്ലതാണ്. ഈ അമ്മ ഇഞ്ചി ഇട്ട് തരൂല എനിക്ക്. ഇത് ഡെയിലി കുടിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എനിക്ക് ബേസിക്കലി സൈഡ് എഫക്ട്സ് ഒന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരു ദിവസം ഡെയിലി ഇത് കുടിക്കാറുണ്ട്. തീർന്നില്ലേ? നാരങ്ങ അങ്ങോട്ട് പിഴിഞ്ഞൊഴിക്കുക. അങ്ങോട്ടോ? അങ്ങോട്ട് പിഴിഞ്ഞു.
അപ്പൊ കളർ മാറും കണ്ട. അങ്ങനെ നമ്മൾ ചൂടാക്കി. അപ്പോൾ ഇത് ഒരു ഇളം ചൂടിൽ കുടിക്കണം എന്നാണ് നല്ലത്. പക്ഷെ ഞാൻ മിക്കപ്പോഴും അമ്മ ഇതിവിടെ ഇട്ട് വെച്ച് ഫോണിലും എല്ലാം ഒക്കെ നോക്കിക്കൊണ്ടത് ഫുൾ ചൂട് പോയിട്ടൊക്കെ ആയിരിക്കും കുടിക്കുന്നത്. സോ ഇത് കുടിക്കുന്ന സമയത്ത് ഞാൻ എന്താ തേൻ ആഡ് ചെയ്യും. തീർന്നു കേട്ടോ അതിൻ്റെ തേൻ. ആദ്യം ഗ്ലാസ്സിലേക്ക് തേൻ ഒഴിക്കും. ഞാൻ നെയ്യും കൂടി ഇടാറുണ്ട്. എൻ്റെ രണ്ടും തീർന്നിരിക്കുകയാണ്. ഇതാ ഒരുപാടൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് കുറച്ച്. ഇങ്ങനെ ചേർന്ന് നിൽക്കാനാണ് ആശാൻ ഇഷ്ടം. കാണുന്നുണ്ടോ എന്നെ? സി ഗൈസ്, ഒരാൾ വന്നു, അവിടെ എത്തി നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് പണ്ടോട്ടെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ എന്തെങ്കിലും കാണാൻ വേണം. ഞാനിപ്പോൾ ഫുഡൊക്കെ എടുത്ത് വെച്ച് വിശന്നിരിക്കുകയാണെങ്കിലും ഇല്ലേ, എനിക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന എന്തെങ്കിലും കാണാൻ കിട്ടുന്നതുവരെ ഞാൻ സ്ക്രോൾ ചെയ്ത് അത് എടുത്ത് വെച്ച് എറ്റേ കഴിക്കാനിരിക്കുള്ളൂ. എന്തെങ്കിലും ആയിരിക്കും കേട്ടോ. പഴയ സിനിമകളാണ് ഞാൻ യൂഷ്വലി എപ്പോഴും ഇടാറ്. അപ്പം ഇന്നത്തേക്കുള്ള ഞാൻ പക്ഷെ പന്ന സ്വഭാവം ഫുഡ് കഴിക്കുമ്പോൾ ഫോൺ നോക്കുന്നത്. സ്ക്രോൾ ചെയ്ത് ഞാൻ യൂസ് ചെയ്യാറില്ല. പക്ഷെ എന്തെങ്കിലും സിനിമ വെച്ചിട്ട്, അത് കണ്ട സിനിമകളായിരിക്കും, എന്തെങ്കിലും കോമഡി സാധനം അങ്ങനത്തെ വല്ലതൊക്കെ ആയിരിക്കും എപ്പോഴും വെച്ചുകൊണ്ടിരിക്കാറ്. ഇന്ന് ഹാപ്പി ഹസ്ബൻഡ്സ് കാണാം. പണ്ടത്തെ കുറേ സിനിമകൾക്ക് ഭയങ്കരമായിട്ട് റിപ്പീറ്റ് വാല്യൂസ് ഉണ്ട്. ഇത് കൊള്ളാല്ലേ, ഇത് പാക്ക് ചെയ്തോളൂ. ഇറ്റ്സ് മൈ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ കഴിഞ്ഞ ശിവരാത്രിയുടെ വ്ളോഗ് ചുമ്മാ എടുത്ത് നോക്കിയേ. അപ്പം അതിലും അന്നും പുട്ടായിരുന്നു. പക്ഷെ അന്ന് പുട്ടും പയറും പപ്പടമായിരുന്നു. അപ്പം അന്ന് ഐ വാസ് സേയിങ് പുട്ടും കടലയും എൻ്റെ ഫേവറേറ്റ്സ് ആണെന്ന്. അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. ഇനി ഇതാണ് എൻ്റെ സ്ഥിരം സീറ്റ്. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക, എന്നിട്ട് ഫോൺ നോക്കുക. കുറച്ച് എഡിറ്റ് ചെയ്യാൻ, കാശ്മീരിൻ്റെ വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്ത് തുടങ്ങാമെന്ന് വെച്ചു. ഈ സമയത്ത് കുഴപ്പമില്ല, ഒരു ഉച്ച സമയത്തൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്ന എനിക്ക് ഉറക്കം വരും. അപ്പം ഞാനിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെന്താ സംസാരിക്കുക, ഒരു Q&A ഒക്കെ എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഈ സമയത്തിരുന്ന് ആൻസേഴ്സ് തരായിരുന്നു അല്ലേ. അത്ര ബോധം ഉണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് നോക്കാം, കുറച്ച് കഴിഞ്ഞാൽ ഞാൻ കമൻസിനിരുന്ന് റിപ്ലൈ പറയാം. ദാറ്റ് ഇസ് നൈസ്. അങ്ങനെ ചെയ്യാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പോയി കുറച്ച് എൻ്റെ എഡിറ്റിംഗ് പരിപാടികളൊക്കെ ചെയ്യട്ടെ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞ് നമുക്ക് കാണാം. ഓക്കെ, ബൈ. ഞാൻ എഡിറ്റ് ചെയ്യാൻ ആ വഴി പോയി ഞാൻ സിനിമ കാണാനിരുന്നു. ഹായ് നാന സിനിമ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള മൂവി, ഭയങ്കര ഒരു കംഫർട്ട് മൂവിയായിട്ട് ഞാൻ കാണുന്നൊരു സിനിമയാണ്. അടുത്ത സിനിമ കാണാൻ എടുത്തു, പക്ഷേ എനിക്ക് ഉറക്കം വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഒന്ന് കിച്ചണിൽ പോയി, അമ്മ എന്തോ ചെയ്യുന്നുണ്ട്, ലൈറ്റ് പോയി. നമുക്ക് സഹായിക്കാമെന്ന പേരിൽ ഉപദ്രവിക്കാം. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരുന്നു. ഒരു സിനിമ ഫുള്ള് കണ്ട് രണ്ടാമത്തെ സിനിമ എടുത്ത് അപ്പം എനിക്ക് ഉറക്കം വരണം. ലോകമടിച്ച് ഇവിടെ ഉള്ളത് കാരണം ഒരു കാര്യം നടക്കില്ല. ഞാൻ ഒരു ചപ്പാത്തി ഉണ്ടാക്കി തരാൻ പറഞ്ഞപ്പം എനിക്കറിഞ്ഞൂടാ. പരത്ത് അത് ബോറടിക്കാം. ഉണ്ടാക്ക്, പരത്ത് ചുട്, അതും അറിഞ്ഞൂടാ. ഞാൻ കഴിക്കാം. കണ്ട ചപ്പാത്തി പൊള്ളി പൊങ്ങണ കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല, അവരാരും കണ്ടിട്ടില്ല. അവരുടെ വീട്ടിലൊക്കെ കഞ്ഞി ഉണ്ടാവും. ഇപ്പം അങ്ങോട്ട് ശരിയാവണില്ലല്ലോ. നല്ല സർക്കിള് വരണം. സർക്കിളില് പരത്തി കാണിച്ച അഹങ്കാരം കണ്ടില്ലേ? സർക്കിളായി അറ്റൊക്കെ ഇച്ചിരി കൂടെ പെർഫെക്ഷൻ വരും. ഞാൻ മറ്റേ ഇതിന് മത്സരത്തിനുണ്ടോ ചപ്പാത്തിയെ? ചുമ്മാ വീഡിയോ എടുത്താ മതിയാ? ഓണാക്കിയില്ലേ? എന്തോന്ന് നീ ആദ്യം എന്തിനാ അമ്മയായിട്ട് കിട്ടണേ? നില്ല നോക്കിട്ട് കാണി. ശരി എന്നാ കൊണ്ടു. അതെഴുതിയാ? എഴുത്. ഈ സെയിം സാധനം കൊണ്ട് അടുത്ത ആളടുത്ത് പോണേ. ഏത് റീല് കണ്ടേ? ഞാൻ ഇന്നലെ ഏതോ ഒന്നില് കണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് രണ്ടുപേരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. നിങ്ങൾ ചിരിക്കുക നോക്കുന്നുണ്ട്. ഞാൻ ചിരിച്ചില്ലല്ലോ, ഞാൻ ചിരി മാറ്റി. രണ്ട് സിനിമ ഒക്കെ കണ്ടു കഴിഞ്ഞു. അമ്മ പുകയ്ക്കുന്നുണ്ട് ബാക്കിൽ, അതാണ് സ്മോക്ക് എഫക്റ്റ് ഒക്കെ. ഓക്കെ.
സോ ഞാൻ ഓർത്തു അപ്പോൾ നമുക്കിനി കുറച്ച് നേരം ഒന്ന് ഒരു ഇൻട്രാക്റ്റീവ് സെഷൻ ആവാമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോ, അതായത് ബാംഗ്ലൂർ വ്ളോഗിൻ്റെ കമൻറ്റ് സെക്ഷൻ എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ചിട്ട് ഞാൻ നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ആൻസേഴ്സ് പറയാം. ഹെയർ കട്ട് ചെയ്തു? ഇല്ല, ആ വ്ളോഗിൽ ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഷോർട്ടായി അല്ലേ കുറച്ചധികം. നല്ല വിവരമുള്ള കുട്ടി, താങ്ക് യു. ആക്കിയതാണ് കേട്ടോ. നോ കണ്ടൻറ്റ് ദി വ്ളോഗ് യൂസ്ലെസ് വീഡിയോ. ഓക്കെ, നോ കണ്ടൻറ്റ് ഇൻ ദി വ്ളോഗ് എന്നാണേ. അതിലൊരു മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമില്ല, അറിയാതെ ആയിരിക്കും. ഓക്കെ, യൂസ്ലെസ് വീഡിയോ. ഇഫ് യു ഫൈൻഡ് മൈ വീഡിയോ യൂസ്ലെസ് യു ക്യാൻ ജസ്റ്റ് സ്കിപ്പ് ഇറ്റ്. എനിക്കറിയാം അതിൽ പ്രത്യേകിച്ച് അങ്ങനെ അത്ര എന്താ പറയുക ഒരുപാട് കണ്ടൻറ് ആയിട്ടായാലും ഒന്നും ഉണ്ടെന്ന് തോന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ കണ്ടൻറ് ഒന്നും കാണില്ലല്ലോ. ചേട്ടനാണോ ചേച്ചിയാണോ? സന്തു, അതെന്താ എനിക്ക് മനസ്സിലാവണില്ല. സന്ദീപിൻ്റെ സന്തു ആവാം, സന്ധ്യയുടെ സന്തു ആവാം. ഓക്കെ, ആരും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലും പ്രത്യേകിച്ച് അങ്ങനെ കണ്ടൻറ് ഒന്നുമില്ലല്ലോ. ഞാൻ രാവിലെ എണീക്കുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു, ഇപ്പം എന്തൊക്കെയോ സംസാരിക്കുന്നു. അങ്ങനത്തെ വീഡിയോസ് ഇപ്പം ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ഇട്ടിട്ട് കുറേ എനിക്കിങ്ങനെ റാൻഡംലി എൻ്റെ ഡെയിലി ലൈഫ് റുട്ടീൻസ് കാണിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വളരെ കുറവ് മാത്രമാണ് ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇടുന്നത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. സോ ദീസ് വീഡിയോസ് ആർ ഫോർ ദം. കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ കണ്ടാൽ മതി. ബാക്കിയുള്ളവർ കാണണമെന്ന് എനിക്ക് ഇന്ന നിർബന്ധമൊന്നുമില്ല. സോ ഇഫ് യു ഫൈൻഡ് ദ വീഡിയോ യൂസ്ലെസ് ഡെഫിനറ്റ്ലി സ്കിപ്പ് ചെയ്ത്. നിങ്ങളുടെ സമയവും എഫേർട്ടും നെറ്റും ഒക്കെ കളഞ്ഞ് നിങ്ങൾ ചുമ്മാ ഒരു യൂസ്ലെസ് വീഡിയോ കാണേണ്ട ആവശ്യമില്ലല്ലോ. അവിടെ പപ്സൊക്കെ പെട്ടെന്ന് തീരും, രാവിലെ തന്നെ ഓടണം. അതെനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. എനിക്കത് മിസ്സായിപ്പോയ സാധനമാണ്. ഞാൻ ഇനി നെക്സ്റ്റ് ടൈം ബാംഗ്ലൂർ പോയാൽ ഡെഫിനറ്റ്ലി എൻ്റെ ആദ്യത്തെ ചെക്ക് ലിസ്റ്റിൽ വയ്ക്കുക ആ പപ്സ് ആയിരിക്കും. ആ വ്ളോഗിൽ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഞാൻ കുറേയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞു. ഇതല്ലാണ്ട് ഞാൻ മിക്കപ്പോഴും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോഴും പപ്സ് കഴിക്കണം. ബിക്കോസ് എനിക്ക് പോകുമ്പോൾ ആ പപ്സ് കഴിക്കണം എന്ന് ആഗ്രഹിച്ച് ഞാൻ പോയതാണ്. അതുകൊണ്ട് അത് കിട്ടാതിരുന്നപ്പോൾ എനിക്ക് ഇച്ചിരി വിഷമമായി. ബാംഗ്ലൂർ ഹോൾ വീഡിയോ വേണം. ഹോളിന് വേണ്ടിയിട്ട് ഞാൻ അത്ര സാധനമൊന്നും പർച്ചേസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഹോൾ വീഡിയോ ഒന്നും എടുക്കാത്തത്. ഭയങ്കര കുറവായിരുന്നു ഞാൻ ഡ്രസ്സ് എടുത്തത്. ഞാൻ ജസ്റ്റ് ഒരു 2-3 ഷോർട്ട് കുർത്തീസ് എടുത്തു, അത്ര തന്നെ. പിന്നെ കുറേ പേര് വെൽക്കം എന്നൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല വീഡിയോ ആണ്, സൂപ്പർ വീഡിയോ ആണ് എന്നൊക്കെ കുറേ പേര് ഇട്ടിട്ടുണ്ട്. ആൻഡ് ആഫ്റ്റർ എ വൈലാണ് ഞാൻ ആ ബാംഗ്ലൂർ വീഡിയോ ഇട്ടത്. അതുകൊണ്ട് ഒരുപാട് പേര് കുറേ ആയാലോ വീഡിയോ ഇട്ടിട്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടേ. സോ എങ്ങനെയുണ്ടായിരുന്നു ട്രിപ്പ് എന്നൊക്കെ ചോദിച്ചാൽ അവർക്കും ഇറ്റ് വാസ് നൈസ്, ഇറ്റ് വാസ് ഓൾ ഗുഡ്. കല്യാണി ചേച്ചി എഗ് പപ്സ്, എനിക്കിഷ്ടമാണ് എഗ് പപ്സ് ആൻഡ് ചായ. നല്ല ചൂട് എഗ് പപ്സേ, അതും നല്ല ചായ അല്ലെങ്കിൽ ലൈം, ഇതൊക്കെ എനിക്കിഷ്ടമുള്ള സാധനം. ഞാൻ അങ്ങനെ ബേക്കറി ഐറ്റംസ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ കഴിക്കുന്ന ആളല്ല, പക്ഷേ ഇതെനിക്കിഷ്ടമാണ്. ക്യാൻ യു ഷെയർ യുവർ ലിപ്സ്റ്റിക് ഡീറ്റെയിൽസ്? ലിപ്സ്റ്റിക് ഇതാണെന്ന് തോന്നുന്നു അതിലിട്ടേക്കുന്നത്. ഞാൻ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്സ് ഒന്ന് ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളത്. ഇത് മാർസിൻ്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഷെയ്ഡിൻ്റെ പേര് ഗ്ലൈഡഡ്. പിന്നെ അന്നത്തെ വ്ളോഗിൽ ഞാൻ കൂടുതൽ ഇട്ടിട്ടുള്ളത് ഫേസസ് കാനഡയുടെ കംഫി മാറ്റ്. അയ്യോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഞാനിപ്പം ഇവിടെ റൈറ്റിങ്ങിൽ കാണിച്ചു തരാവേ. ഇതെന്താ സ്ലാങ് മാറ്റി സംസാരിക്കുന്നത്? കണ്ണൂർ സ്ലാങ് ഒക്കെ പോലെ ഉണ്ട്, നല്ല ബോറായിട്ടുണ്ട്. ഞാൻ ഈ കമൻറ്റ് കണ്ടിരുന്നേ. ഞാനിതിൻ്റെ സംഭവം പറഞ്ഞുതരാം. ഞാൻ ദുബായിലാണ് ഷാർജയിലാണ് പഠിച്ചത് 10th വരെയും. ആൻഡ് ഐ ഹോപ്പ് നിങ്ങൾക്ക് കുറേ പേർക്ക് അറിയാമായിരിക്കും, ഞാൻ ഷാർജ ഇന്ത്യൻ സ്കൂളിലാണ് പഠിച്ചത്. സോ അപ്പോൾ അവിടെ ഉള്ളതിൽ എൻ്റെ ഒത്തിരി ഫ്രണ്ട്സ് എനിക്ക് കാസർഗോഡും കണ്ണൂരും ഉള്ളവരാണ്. എൻ്റെ ക്ലോസ് സർക്കിളിൽ ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് കാസർഗോഡും കണ്ണൂരുമാണ് കൂടുതലുള്ളത്. ഞാൻ കാസർഗോഡുള്ള പ്രോഗ്രാംസിനൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ടിൻ്റെ അവളുടെ കാസർഗോഡുള്ള ആ ഒരു ഫാമിലി പ്രോഗ്രാമിന് ഇങ്ങത്തും ട്രിവാൻഡ്രത്ത് തുടക്കുന്ന ഞാൻ പോയി കളിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും എനിക്ക് കാസർഗോഡും കണ്ണൂരുള്ള ആൾക്കാരെ ആയിട്ട് ഞാൻ ഇൻട്രാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്നുകൊണ്ട് എനിക്കങ്ങനെ ട്രിവാൻഡ്രത്തുള്ള ഫ്രണ്ട്സ് എനിക്ക് ഇല്ലായിരുന്നു. ട്രിവാൻഡ്രത്താകെ 1-2 കുട്ടികളെ ഉണ്ടായിരുന്നുള്ളൂ. അതും അവിടെ വളർന്നവരായതുകൊണ്ട് അവർക്ക് അങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ്ങും കാര്യങ്ങളും അവർക്കും ഇല്ലായിരുന്നു. സോ ഞാൻ അധികവും ഇൻട്രാക്ട് ചെയ്യുന്നത് ഇവരായതുകൊണ്ട് എനിക്കങ്ങനെ കണ്ണൂർ സ്ലാങ് ഉണ്ടെന്നല്ല, പക്ഷെ ചില വേർഡ്സ് ഞാൻ കൂടുതലും അവരോട് സംസാരിക്കുന്നുണ്ടായിരുന്നുകൊണ്ട് ചില വേർഡ്സും ചില സാധനങ്ങൾ എനിക്ക് ആ ഒരു കണ്ണൂരിൻ്റെ സാധനം വരും, കണ്ണൂർ ഒരു കാസർഗോഡ് സാധനം വരും. സോറി, എൻ്റെ സ്റ്റോറേജ് ഫില്ലായിപ്പോയി. സോ അവിടെ ഉള്ളവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് നാട്ടിൽ എനിക്കിപ്പോൾ എൻ്റെ അമ്മയടുത്ത് സംസാരിക്കുമ്പോൾ ട്രിവാൻഡ്രം സ്ലാങ് ആണ് വരുന്നത്. എനിക്കിവിടെ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ എനിക്ക് ട്രിവാൻഡ്രം സ്ലാങ് വരും. പക്ഷേ ഇപ്പോൾ ഞാൻ ബാംഗ്ലൂർ പോയ ചേച്ചിമാർ ഒരാൾ കണ്ണൂരും ഒരാൾ കാസർഗോഡുമാണ്. അപ്പോൾ എനിക്ക് അവരോട് സംസാരിക്കുമ്പോൾ അത് ആ രീതിക്കാവും. അത് ഞാൻ പേർപ്പസ്ഫുള്ളി വീഡിയോ എടുക്കുന്നു, അതുകൊണ്ട് എനിക്ക് കണ്ണൂർ സ്ലാങ് ആവും. അതിൻ്റെ ആവശ്യം എന്താ? എനിക്ക് ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കാൻ ഒരു പ്രശ്നമില്ലാത്ത, സോറി ഗൈസ് ഇവിടെ കൊതുള്ളതുകൊണ്ട് ഞാൻ ബാറ്റൊക്കെ കൊണ്ടിരിക്കുക. എനിക്ക് ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കാൻ ഒരു കുഴപ്പമില്ല. ഞാൻ എൻ്റെ അമ്മയോട് സംസാരിക്കുമ്പോൾ എൻ്റെ ചില വീഡിയോസിൽ ചിലർ പറയും ഇപ്പോൾ പ്രോപ്പർ എൻ്റെ ബർത്ത്ഡേ ഈ പിറന്നാൾ വ്ളോഗിലാന്ന് തോന്നുന്നു ചിലർ വന്നിട്ടുണ്ട് ഇപ്പം ട്രിവാൻഡ്രം സ്ലാങ് വന്നല്ലോ. അത് പേർപ്പസ്ഫുള്ളി ചെയ്യുന്നതല്ല. ഞാനിപ്പം നിങ്ങളോട് സംസാരിക്കുന്ന ടക്കനെൻ്റെ രീതി മാറും ഞാൻ അമ്മയോട് സംസാരിക്കുമ്പോൾ. അതങ്ങനെയാണ്. അത് മറ്റേ ജെനുവിൻ എഫേർട്സ് ഇട്ട് അങ്ങനെ ചെയ്യണതല്ല. അത് നാച്ചുറലി അങ്ങനെ വരുന്നതാണ്, അഭിനയിക്കുന്നതല്ല. അപ്പോൾ
ആ ഒരു സാധനം ആ ഒരു സ്ലാങ്ങിൻ്റെ ചെറിയൊരു ശൈലി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് തോന്നുന്നു എന്ന് ആണ് എൻ്റെ വിശ്വാസം. ഓക്കെ, പിന്നെ ഞാൻ എൻ്റെ പെട്ടി പാക്ക് ചെയ്യുന്ന വീഡിയോയിൽ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അലമാര പൊക്കിക്കൊണ്ട് പോവുകയാണോ എന്ന്. അത് ആക്ച്വലി കുറേ തുണി ഇല്ല, അത് 5 ദിവസത്തേക്ക് പോയതല്ലേ. അപ്പം ബേസിക്കലി 5 ദിവസത്തേക്ക് ഓരോ പെയർ വെച്ചിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. എക്സ്ട്രാ ഞാൻ ആകെ ഒരു സാരിയാണ് എടുത്തത്. സോ മൈക്കിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ട്. എൻ്റെ കയ്യിൽ മൈക്കിൻ്റെ ലിങ്ക് ഇല്ല, ഞാൻ അല്ലാണ്ട് സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ ലിങ്ക് ഇല്ല. എക്സ്പെക്റ്റിംഗ് മോർ ഷോർട്സ് അഹെഡ് ബേസ്ഡ് ഓൺ യുവർ ട്രിപ്പിൻ്റെ ഷോർട്സ് ഇല്ല, ലോങ് വീഡിയോ എടുത്തിട്ടുണ്ട്. അത് ഇപ്പോൾ ഇനി കോഫി കുടിച്ചിട്ട് നമുക്ക് റെഡി ആവാം. അപ്പോഴത്തേക്കും നന്ദു വരും. ഞാനും നന്ദു കൂടിയാണ് ഇന്ന് അമ്പലം വിസിറ്റ്, ഏതൊക്കെയോ അമ്പലത്തിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് പോയി കോഫി കുടിക്കട്ടെ. ഓക്കെ ഞാൻ എന്താ റെഡിയായി. ഐ വിൽ ഷോ മൈ ഫുൾ ഔട്ട്ഫിറ്റ്. ഇത് കുർത്തിയായിരുന്നടി, ഞാൻ ചുമ്മാ ഷോൾ ഇട്ട് ചുരിദാർ പോലെ ആക്കി. ഹലോ, നമ്മൾ റെഡി ആവണം. ഞാൻ റെഡിയായി, ഈ കൊച്ചു റെഡി ആവില്ല. ഇറങ്ങ്. ഞാൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. അതാണ് പറഞ്ഞത് ലേറ്റ് ആയെന്ന്. എന്നാ കണ്ണെഴുതുണ്ട്. ആകെ 2 സാധനമാണ് അവള് മുഖത്തിരുന്നത്, അതിന് അവൾക്ക് 2 മണിക്കൂർ വേണം. ലിപ് ബാം എൻ്റെ ഉണ്ട്. വാ, കടല വറുത്തത് കുറെ ഉണ്ട്, ഇഡ്ഡലി സാമ്പാറും ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മൾ റെഡിയായി. നമ്മൾ അമ്പലത്തിൽ പോകും. ഫസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള അമ്പലത്തിൽ പോകാം. എന്ത് തലയാട്ടിക്കൊണ്ടിരിക്കണേ. ഫസ്റ്റ് ഓപ്പോസിറ്റ് ഉള്ള അമ്പലത്തിൽ പോവാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ജാതികളെല്ലാവരും എങ്കിലും നമ്മൾ 3 അമ്പലം തൊഴുതു. എവിടെ ഇനി നമ്മളിപ്പം 3 അമ്പലം. ഇതെല്ലാം ഞാൻ പറഞ്ഞു. എനിക്ക് നല്ല തലവേദനയുണ്ട്, അപ്പം ഇതും കൂടെ കേൾക്കുമ്പോൾ കൂടുന്നുണ്ട്. കുടിക്കാം. ചായ കുടിക്കുമ്പോൾ തലവേദന മാറുമായിരിക്കും. നമോ നമഃ ശിവായ. ജന്മജന്മാന്തര पिनाकधर हर सुंदरतर पिनाकधर हर गंगाधर गजाचर्मांबरधर गंगाधर गज चर्मांबरधर चंद्रचूड़ शिवशंकर पार्वती रमणा निनगे नमो नमः चंद्रचूड़ शिवशंकर पार्वती रमणा निनगे नमो नमः रमणा निनगे नमो नमः. Hello guys.
ഇവള് പകുതി ഉറക്കത്തിരിക്കുക. ഒച്ചത്തി പറയണേ, മൈക്ക് ഇവിടെയാണേ. ഇല്ല, ശിവരാത്രി വ്രതം നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് ഇതുവരെയായിട്ട് എൻ്റെ ഒരു പോളെ കണ്ടുപോലും. അതെ അതെ അതെ, ഇടക്കിടക്ക് ഞാൻ നല്ല വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലിപ്പായതൊക്കെ പോലെ ഇരിക്കുന്നു. ഇപ്പൊ സമയം എത്രയായി? 5:30 ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് കുറച്ചേരം കൂടി ഇരുന്ന് ഒരു 6 മണി ആവുമ്പോഴത്തേക്കും നമ്മൾ തിരിച്ചിനി വീട്ടിൽ പോയി കുളിച്ചിട്ട് നെക്സ്റ്റ് അമ്പലത്തിലോട്ട് പോകും. ഇവിടെ ഒരാള് ഇങ്ങനെ, എനിക്ക് പക്ഷെ കുഴപ്പമില്ല. എനിക്കിനി കുളിച്ച് കഴിയുമ്പോഴായിരിക്കും എൻ്റെ ഉറക്കം. ഞാൻ ഒരു പോളെങ്കിലും കണ്ണടച്ചാ അത് ഇവിടെ സ്ഥിരം ടൈം ആയതുകൊണ്ടാണ്. ഇനിയിപ്പോ കുളിച്ച് കഴിഞ്ഞിട്ട് മറ്റേ വെള്ളി നക്ഷത്രത്തിൽ ജഗതി പോലെ ചിരി ടു കരച്ചിൽ പോകുന്നതിന് കുറച്ച് കഴിയുമ്പോൾ ഇവിടെ ആക്റ്റീവ് ആവും. ഞാൻ മിക്കവാറും ഉറങ്ങി കുളിച്ച് കഴിയുമ്പോഴത്തേക്കും മിക്കവാറും എനിക്ക് ഉറക്കം വന്ന് തുടങ്ങും. നോക്ക്, ഡാർക്ക് സർക്കിൾസ് വന്ന് നോക്ക്. കുറച്ച് നേരം കൊണ്ട് കുറച്ച് മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തു ഞങ്ങൾ ഇച്ചിരി നേരം. നല്ല രസമുണ്ട്. ഞാൻ മൈക്ക് വെച്ചേക്കുന്നുണ്ട് സൗണ്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ നല്ല ഒച്ചയുണ്ട്, പക്ഷെ ഭയങ്കര പീസ്ഫുൾ സൗണ്ട്. അപ്പോൾ കുറച്ച് നേരം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ കുറച്ച് താഴെ പോയിട്ട് ചായ കുടിച്ചു. അപ്പം കട്ടലുണ്ടായിരുന്നു, കുറച്ചുകൂടെ പിടിച്ച് നിൽക്കുകയായിരുന്നു. അതാണ് ഈ ടെൻഡൻസി വരുന്നുണ്ട്. ഉറക്കം വരുന്നില്ല എന്നല്ലേ പറഞ്ഞു കുറച്ച് മുമ്പ്? ടെൻഡൻസി ഉണ്ട് എന്നാ നോക്ക്. ഞാൻ ഇങ്ങനെ ഇരിക്കണേ. ഇവള് രാവിലെ എണീച്ചു. ഇവള് 5 മണിക്ക് 5:30 എണീച്ചു. ഞാൻ 9:30 ആയി എണീച്ചപ്പത്തേന്. അതുകൊണ്ട് കൂടാ. ഫുഡൊന്നും കഴിച്ചില്ല, ഉപവാസമായിരുന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടായിരുന്നില്ല. രാവിലെ കഴിച്ച പുട്ടിലാണ് ഞാൻ നിന്നത്. പിന്നെ അമ്പലത്തിൽ നിന്ന് കഴിച്ച ഇഡലി സാമ്പാർ ചമ്മന്തി. ഇവളത് കഴിച്ചില്ല. ഇവള് വേറെ അമ്പലത്തിൽ നിന്ന് ഉപ്പുമാവ് കഴിച്ചു. ഒരു നേരം അരിയാഹാരം കഴിക്കുന്നതിന് കുഴപ്പമില്ലായിരുന്നല്ലോ. അങ്ങനെ ഒന്നുമില്ല. അവളുടെ വിശ്വാസം അവൾ എടുക്കുന്നു. പക്ഷെ നമ്മുടെ ഹെൽത്ത് നോക്കിയിട്ട് എടുക്കാം. ഫുൾ മമ്മി എന്തിനും മമ്മി കഴിച്ചില്ലേ? ഓരോരുത്തരുടെ ഇത് നോക്കിയിട്ട് വേണം വ്രതം എടുക്കാൻ. ചിലര് വെള്ളം പോലും കുടിക്കൂല. അപ്പൊ അങ്ങനെയൊക്കെ പറ്റുന്നുള്ളവർ അങ്ങനെ എടുത്താൽ മതി. എനിക്കൊന്നും പറ്റൂല. വെള്ളം പോലും കുടിക്കാതിരിക്കാൻ പറ്റും. ഒരു ടൈം കഴിയുമ്പോൾ നമ്മൾ അതിൽ ഇതായിക്കോളും. പിന്നെ വൈകുന്നേരം ആകുമ്പോൾ ആ ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ച് കഴിയുമ്പോൾ ശരിയാവും. വലിയ പ്രശ്നമില്ല. ഇച്ചിരി ഉറക്കം പോയില്ലേ സംസാരിച്ചപ്പോ? ഇല്ല. വീട്ടിൽ പോയി കുളിക്കുന്ന ഗ്യാപ്പിൽ വേണം ചാർജ് ചെയ്യാൻ വെക്കാൻ. എന്നിട്ട് നമ്മൾ അമ്പലത്തിൽ പോയി നമ്മൾ മസാല ദോശ കഴിക്കാൻ പോകും. മസാല ദോശ കഴിക്കാൻ പോണ രാവിലെ. ഓക്കെ, അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. എൻ്റെ ഫോണിൽ ചാർജ് ഇല്ല, അല്ലെങ്കിൽ ഇച്ചിരി കൂടെ എടുക്കായിരുന്നു. നമ്മൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ചായ കുടിക്കാൻ പറ്റും. നല്ല തണുപ്പ്. ആക്ടിവേയിൽ വരുമ്പോൾ കാറ്റും കൂടെ അടിക്കുമ്പോഴത്തേക്കും വിറയ്ക്കുന്നു. എനർജറ്റിക് നന്ദന ഷിജു. ഹായ് ശുണ്ടിരി. എവിടെയുണ്ട് അടുത്ത ശുണ്ടിരി? കൊച്ചിന് കൊതു കടിക്കണ്. ചേട്ടാ അങ്ങനെ വന്നതാ, ഫ്രഷായി റെഡിയായി. ഹാഫ് സാരി എടുത്തു കേട്ടോ. നമ്മളിനി ഏത് കോവിലാണ് പോണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും നമുക്ക് പോവാം. ആൻഡ് മസാല ദോശ കഴിക്കാൻ പോവാം. മസാല ദോശ അനന്യ ഗൈസ്, നമ്മൾ കഴിക്കാൻ വന്നു. നമ്മൾ ആദ്യം അമ്പലത്തിൽ പോയി. വീണ്ടും ഓപ്പോസിറ്റുള്ള എൻ്റെ ഗോറ്റു അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചു. അപ്പോഴത്തേക്കും വയറ് വിശന്നു. അപ്പോൾ നമ്മൾ കഴിക്കാൻ വന്നു. മസാല ദോശ എന്ന് ഉദ്ദേശിക്കുന്നത് ഗീ റോസ്റ്റാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കണോ? അല്ലേ സെയിം അല്ലേ? ഓ, പൊട്ടി പോണു ദോശ. ഓക്കെ, നമ്മൾ വീഡിയോ എടുത്തു. നമുക്ക് പായസം തന്നു.
മറ്റേ പ്രസവത്തിന് ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടു. ഇറങ്ങി കുട്ടികൾ നിങ്ങൾ ഇനി വൈകുന്നേരം വന്നോ ഇറങ്ങിപ്പോകാൻ ഉദ്ദേശിച്ച ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞു. ഉണ്ണിയപ്പൊക്കെ തരാമെന്ന് പറഞ്ഞ് വിളിച്ച് നല്ല നല്ല ആൾക്കാർ. ഹലോ ഗൈസ്, നമ്മളിതാ തിരിച്ച് വീടെത്തി. നമ്മൾ ഇന്ന് 2 അമ്പലത്തിലേ പോയോളൂ. നിരങ്ങി നമ്മൾ എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയി. അവൾ ആക്ച്വലി അവിടെ ഇല്ല, പക്ഷെ അവളുടെ അമ്മച്ചിയുണ്ട്. അപ്പം നമ്മൾ അമ്മച്ചിനെ കാണാൻ പോയി. അമ്മച്ചിക്ക് എപ്പോഴും പരാതിയാണ് അവളില്ലാത്തപ്പോൾ നമ്മൾ പോണില്ല എന്ന്. വന്നിങ്ങനെ ജാനിക്കുട്ടി വിഷമിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറ. എന്ത് തോന്നുന്നു നന്ദു? കൊള്ളാം, നല്ലൊരു. നീ ആദ്യമായിട്ടല്ലേ ശിവരാത്രി ഇരിക്കണേ? കംപ്ലീറ്റ് ചെയ്യണേ. ഒരിക്കൽ ഞാൻ എടുക്കാൻ ട്രൈ ചെയ്തു, പക്ഷെ ചീറ്റിപ്പോയി. ഞാൻ 5 മണിയായപ്പോ ഉറങ്ങിപ്പോയി രാവിലെ. പക്ഷെ ഇപ്രാവശ്യം എങ്ങനെയൊക്കെയോ ചിലരുടെയൊക്കെ സപ്പോർട്ട് മൂലം പിടിച്ചു നിന്നു കുറച്ചൊക്കെ. അമ്മച്ചി ഫ്രണ്ടിന്റെ വീട്ടിൽ പോയപ്പോ അവൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെയൊക്കെ പോയി അമ്മച്ചി വഴക്ക് പറഞ്ഞ് നടത്തിച്ച് അങ്ങനെ കുറച്ചൊന്നും ഉണർന്നിരിക്കുക. ഫസ്റ്റ് ടൈം, അടുത്ത പ്രാവശ്യം തൊട്ട് ശരിയാവും. ഞാൻ മുന്നത്തെ പ്രാവശ്യം എടുത്തതാണ് ഫസ്റ്റ് ടൈം, ഇതിന്റെ സെക്കൻഡ് ടൈം. അതിന് മുന്നേ ഒരിക്കൽ ഞാൻ എടുത്തത് ഇവിടെ അമ്പലത്തിലൊക്കെ ഇരുന്ന് ഫസ്റ്റ് ടൈം ആദ്യമായിട്ട് എടുക്കുന്നതാണ്. അപ്പൊ ഭയങ്കര മോട്ടിവേഷനിൽ നല്ല ഭർത്താവിനെ കിട്ടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ നല്ല മോട്ടിവേഷനിൽ എടുത്തോണ്ടിരുന്നു. ഒരു 5 മിനിറ്റ് എല്ലാരും കൂടെ വീട്ടിൽ വന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് പോകാന്ന് പറഞ്ഞു. അമ്മ ഫ്രഷ് ആവാൻ കയറിയ സമയത്ത് ഒന്ന് സൈഡിൽ ദിവാങ്കോട്ടിൽ ഇരുന്നത് എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എണീച്ചപ്പോ രാവിലെയായി ഉറങ്ങിപ്പോയി. കഴിഞ്ഞതിന്റെ മുന്നത്തെ പ്രാവശ്യം ആദ്യമായിട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോ. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒരു മോട്ടീവിൽ അങ്ങ് എടുത്തതാ, ഒരാവശ്യമില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ വീട്ടിൽ എല്ലാം കഴിഞ്ഞ് വന്നപ്പോ എന്റെ നൈക്ക പാക്കേജ് വന്നു. നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഞാൻ നിനക്ക് പറഞ്ഞു തരാം നന്ദു ഇതിലൊക്കെ എന്തുണ്ടെന്ന്. ഡവിന്റെ എക്സ്ഫോളിയേറ്റിംഗ് ബോഡി പോളിഷ് പൊമഗ്രാനൈറ്റ് സീഡ്സ് ആൻഡ് ഷിയ ബട്ടർ. അടിപൊളി മണമാണ്. നമുക്ക് ചോദിക്കാൻ മണം വരും തോന്നുന്നു. ഇത് നല്ല മണമാണ്. നല്ലതായിട്ട് എക്സ്ഫോളിയേറ്റും ആവും. എന്നാ പിന്നെ കാണിച്ചെന്നാ പോരെ. ഇത് വിഷ് കെയറിന്റെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്ത പുതിയ പ്രൊഡക്റ്റ് ആണ്. ഡ്രൈ ഷാമ്പൂ. നമുക്ക് തലയിൽ എണ്ണ അപ്പൊ ഇതിങ്ങനെ തേച്ച് വെച്ചാല് ഷാമ്പൂ ഇട്ടതുപോലെ ആവും എന്ന് ഞാൻ കുറച്ച് റിവ്യൂ കണ്ട് മേടിച്ചതാണ്. ഞാൻ ഇച്ചിരി ലിപ്സ്റ്റിക് പൈസ കൊടുത്ത് മേടിച്ചത്. ഇത് ഫ്രീ ആണ്. ഡോട്ട് ആൻഡ് കീയുടെ ഫേസ് വാഷ് ഇത് ഫ്രീ. ഞാൻ വാങ്ങിച്ചതാ. ഇത് മാർസിന്റെ ലിപ്സ്റ്റിക് ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്ന ഒരു ലിപ്സ്റ്റിക് ഷെയ്ഡില്ലേ, അത് വീണ്ടും ഞാൻ 2 ഷെയ്ഡേ മേടിച്ചോളൂ. സ്വാറ്റ്സ് ഒക്കെ നമുക്ക് ഷോർട്സിൽ കാണിച്ചു തരാം. എനിക്കിപ്പം ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് എനിക്ക് വയ്യ മാറ്റാൻ. എനിക്ക് ഒന്നിനും വയ്യ, ഞാൻ സത്തിരിക്കുക. ബ്രോ നീ 2 ചെയ്യുമ്പോ ഉറങ്ങി വീഴുമ്പോ ഞാൻ ഉറങ്ങുന്നില്ല. പനിനീര്. പനിനീരാ? റോസ് വാട്ടർ സ്പ്രേ ആയിരിക്കും. ഇത് ഞാൻ എനിക്ക് മൈഗ്രൈൻ ഉള്ളതുകൊണ്ട് പെർഫ്യൂം ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആകെ എന്തെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള 1-2 പെർഫ്യൂംസേ ഉള്ളൂ. ഇത് എനിക്ക് ഒന്ന് ഇഷ്ടപ്പെട്ടു. പൊട്ടിച്ചേരും. അത് നല്ല നല്ല ഫ്രേഗ്രൻസ് ആണ്. ഫ്ലോറൽ ഫ്രൂട്ട്സിന്റെ ഒക്കെ മണമാണ്. മൈഗ്രൈൻ ഉള്ളവർക്ക് ഇഷ്ടമാവും. ഒന്ന് കണ്ട് ഞാൻ മേടിച്ചാണ്. എനിക്ക് ഒരുവിധം സ്മെല്ലൊന്നും എനിക്ക് ഇഷ്ടപ്പെടില്ല. ഇത് മേടിച്ചപ്പോഴാണ് ഈ കുഞ്ഞി ഫ്രീ കിട്ടിയത്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ ബോഡി സ്പ്രേ സൺസ്ക്രീൻ. കാലൊക്കെ ഇല്ലേ സോക്സ് ഇടാതെ ചപ്പലൊക്കെ ഇട്ട് പോകുമ്പോൾ പോയിട്ടൊക്കെ വരുമ്പോൾ കാല് പല ഷെയ്ഡിൽ ഈ ചെരുപ്പിന്റെ പോഷൻ മാത്രം ഒരു കളർ, ബാക്കിയൊക്കെ വേറെ കളർ. അപ്പൊ കാലൊക്കെ സൺസ്ക്രീൻ ഇടാൻ മടിയാകുമ്പോൾ കയ്യിലൊക്കെ ഇത് സ്പ്രേ ചെയ്താൽ മതി. ഇത് ഞാൻ റിയൽ കൊളാജൻ. ഇത് ട്രെൻഡിങ് ആയിരുന്നില്ലേ, പക്ഷെ ആ സമയത്ത് ഞാൻ മേടിച്ചില്ല. ട്രെൻഡ് ഔട്ടായി. എല്ലാം കഴിഞ്ഞ് എല്ലാവരും ഉപയോഗിച്ചപ്പോഴാണ് തോന്നി ഞാൻ വാങ്ങിച്ചത്. വിക്ടോറിയ സീക്രട്ടിന്റെ മണം. എന്റെ ആ സ്പ്രേയുടെ മണം. അപ്പൊ കൊള്ളാം. അതെനിക്ക് ഇഷ്ടമുള്ളതാണ്. 2 സ്പ്രേ ഇത് കൊള്ളാം. നല്ല ഒരു ഇങ്ങനെ അടുത്ത് വെക്കുക. അതെങ്ങനെ എടുക്കും? ജ്യൂസി കെമിസ്ട്രി ഓർഗാനിക് ബൈ നേച്ചർ. ആരുടെയും ബ്ലോഗിൽ കണ്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞേ. ഞാൻ കാണിച്ചത്. നീ സ്ഥിരം കാണുന്ന ഒരാളുടെ ബ്ലോഗിലാണ്. ഒരാളെപ്പോഴും ഇങ്ങനെ ഞാൻ അഹാനയുടെ കണ്ടതാണ് ഈ ഒരു റോസ് വാട്ടർ. ഞാൻ കുറെ വേറെ ആളുടെ റിവ്യൂ കണ്ടു. അപ്പൊ ഞാൻ ഈ ബോട്ടിൽ ബ്ലൂ ബോട്ടിൽ എവിടെയോ കണ്ടിട്ടുണ്ട്. എപ്പോഴും യൂസ് ചെയ്യുന്ന ഇതാ. അപ്പൊ ഞാനിത് വാങ്ങിച്ചു നോക്കി. ഞാൻ നൂറ്റാണ്ടുകളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന പ്ലമ്മിന്റെ ടോട്ടർ മാത്രം. അപ്പൊ ഞാൻ ഇതും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഇത് മേടിച്ചു. വീഡിയോ ക്വാളിറ്റി എല്ലാം ബ്രോ പൈസ കൊടുത്ത് വാങ്ങിച്ചത്. ബ്രോ ബില്ലുണ്ട് ബ്രോ.
ഫ്രീ ഇങ്ങനത്തെ 4621 രൂപയാണ്. ഞാൻ ഇടയ്ക്ക് ഫേസ് വാഷ് എന്തോ എനിക്ക് ആകെ ഒരു ഷീറ്റ് മാസ്ക് ഫ്രീ. ഈ ഒരു സാധനമാണ് ഫ്രീ കിട്ടിയത്. നമുക്ക് ഇതെല്ലാം തിരിച്ച് പറക്കിയിടാം. നീ പറക്കിട്ട് ഈ മുറി അമ്മ വൃത്തിയാക്കാൻ വരില്ല, അതുകൊണ്ട് ഞാൻ തന്നെ വൃത്തിയാക്കാം. അതുകൊണ്ട് ഞാൻ വൃത്തിയാക്കും. ഹാർഡ് വർക്ക്. ഇന്നലെ അമ്പലത്തിലിരുന്ന് ധ്യാന നിമഗ്നയായി ഇങ്ങനെയായിരുന്നു. ധ്യാന നിമഗ്ന അത് നമ്മള് ശിവരാത്രി വ്രതം എടുക്കുമ്പോ ഇങ്ങനെ നിവർന്നിരുന്ന് സ്പൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് മെഡിറ്റേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. പക്ഷെ ആദ്യമായിട്ട് എനിക്ക് ഇതിലെ മെഡിറ്റേഷന്റെ ആ ഒരു ഫീല് വന്നു. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അമ്മച്ചേന്റെ പൂവൊക്കെ ഇട്ട് കോയിലൊക്കെ ഇട്ട് ഒരു 2-3 അമ്മൂമ്മമാര് പോയേ, അവര് മറ്റേ എന്നെ ഇങ്ങനെ നോക്കിട്ട് ധ്യാനിക്കുകയാണോ ഞാൻ മറ്റേ കുറച്ചുകൂടെ ഞാൻ മറ്റേ സ്റ്റൗവിലൊക്കെ വിരിച്ച് എവിടെ ഇരിക്കും പൈസ ഇടും. പക്ഷെ അത് രസമുണ്ടായിരുന്നു. എന്റെ മൈൻഡില് ഇങ്ങനെ ഇരിക്കുമ്പോ ഉറങ്ങി പോകുന്നായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോ ഇല്ലേ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ട നല്ല ഫീൽ ആയിരുന്നു. ബിക്കോസ് ഓം നമഃ ശിവായ മന്ത്രം അവിടെ പോകുന്നുണ്ട്. പിന്നെ ആ ഒരു മണിയുടെ ശബ്ദമുണ്ട്. അമ്പലത്തിന്റെ ആ ഒരു ആംബിയൻസിൽ ഇരിക്കുമ്പോ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു പോസിറ്റീവ് എനർജി കിട്ടി. അമ്പലം മൊത്തത്തിൽ ഭയങ്കര സൈലന്റ് ആയിരുന്നു. നമ്മളെ ചലത്തി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളും ഉണ്ടായിരുന്നപ്പം നമുക്ക് സൈലന്റ് ആയിരുന്നു അവിടെ. ഗൈസ് അവള് ലിപ്സ്റ്റിക് ഇട്ടില്ല. നിങ്ങൾ പ്ലീസ് ഡു എക്സ്ക്യൂസ്. നിങ്ങളൊന്നും പറയരുത് എന്റെ കൊച്ചിനെ. ഇല്ലടി, ഞാൻ വട്ടിടക്ക് എടുത്തോണ്ടിരിക്കണത്. നിങ്ങളൊന്ന് ക്ഷമിക്കണേ. ഇവളല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് വീണ്ടും പൊതിപ്പിച്ചിട്ട് ഒന്നും കൂടെ ഗസ് ചെയ്യാൻ ഞാൻ പ്രൊഡക്റ്റ് ഓക്കെ. അടിച്ചത് ചെമ്പിച്ചോട് അങ്ങനെയല്ല. നോക്ക് എന്റെ കണ്ണിന്റെ താഴെ കറുപ്പ് നോക്കമ്മു. നോക്ക് ഇതിൽ നോക്ക് എന്നെ നേരത്തെ ഉറങ്ങാത്തത്. നമ്മൾ ഉരുളക്കിഴങ്ങ് വാങ്ങിക്കാൻ പോകുന്നു. എന്തോന്നുണ്ടാക്കാൻ? ഫ്രഞ്ച് ഫ്രൈസ്. പറ. എന്തൊരു ഫ്രൈയാ? ഫ്രഞ്ച് ഫ്രൈ. ഫ്രഞ്ച് ഫ്രൈ. ഉരുളക്കിഴങ്ങ് വറുത്തത്. ഉണ്ണിയുടെ കടയിൽ 50-60 എന്നൊക്കെ പറഞ്ഞ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഒന്നും ചെയ്യണ്ട, മാറ്റിട്ട് തറയിൽ അങ്ങിട്ടാ മതി. അപ്പൊ ആ പൈസ ലാഭമാവും. ഓംലെറ്റ് റെഡി. അല്ല നിനക്ക് പൈസ ഉണ്ടല്ലോ. ഞാൻ പൈസ തന്നിട്ടില്ലേ തരുള്ളൂ. നീ കടയിലിടാനാണ് പറഞ്ഞത് എൻ്റെ കൂടെ. മതിയാകള പൈസ കൊടുത്ത് സാധനം വാങ്ങിച്ചിട്ട് മതിയാ മക്കളെ. ഹായ് പറ. ഹായ്. ചേട്ടാ അത് കൂട്ടിന് എന്നെ കൂടെ വിളിച്ചോണ്ട് വന്നത്. വാ പിന്നെ കൂട്ടിന് വന്നുകൊണ്ട് മുട്ട വാങ്ങിച്ചു. ഗൈസ് ലെറ്റ്സ് മേക്ക് ഫ്രഞ്ച് ഫ്രൈസ്. ചുരുച്ചുരു. എന്റെ മാതാശ്രീ വീട്ടിൽ എയർ ഫ്രയർ ഇല്ല. അയ്യോ, നമ്മൾ അവിടെ മാത്രം എയർ ഫ്രയർ ഇല്ല എന്നും പറഞ്ഞ് അത്യാവശ്യം ചേട്ടാ പെട്ടെന്ന് എനിക്ക് വല്ലതും വറുക്കായി എയർ ഫ്രയർ വേണമെന്നും പറഞ്ഞ് കടയിൽ പോയി എയർ ഫ്രയർ വാങ്ങിച്ചു. എത്ര നാളെ വാങ്ങിച്ചിട്ട്? യാ, നമ്മൾ അത് യൂസ് ചെയ്യുന്നത് അതിന്റെ ആ ട്രേയിൽ മുറുക്ക്, ചിപ്സ്, പിന്നെ ഉപ്പ് പൊട്ടിക്കാത്ത പാക്കറ്റ് ഇതൊക്കെ സ്റ്റോർ ചെയ്യാനാണ് എന്റെ മമ്മി എയർ ഫ്രയർ 3000 രൂപ കൊടുത്ത് വാങ്ങിച്ചത്. ഇതിന്റെ പ്രതിനിധിയാണ് ഇവിടെ. അത് ഞാൻ ക്ലീൻ ചെയ്യണം, എന്നെ ഡിസ്റ്റർബ് ചെയ്തത്. അമ്മ ഇത് കേടമ്മ. അമ്മ കൈ അഴക്കണം. അമ്മ ദേഹം അനങ്ങുമ്പോ പല വേദനകളും വരും അല്ലേ? ഇല്ല, മാറില്ല. എന്നെ സഹായിക്കാനും പറഞ്ഞ് ഇവിടെ വന്നേ. ഞാൻ തോരൻ കിട്ടുന്നു. ഇങ്ങനെ 2 കിള്ളി പോയില്ലേ ഇവിടുന്ന് ഒരു കേട്ടു കേട്ടാ. എനിക്കിഷ്ടമല്ല കുക്കിംഗ്. എനിക്ക് അറിഞ്ഞൂടാ കുക്കിംഗ്. പഠിക്കുമ്പോ ചെയ്യുമായിരിക്കും. ഒറ്റയ്ക്കാണെ നമ്മൾ ചെയ്യൂലേ, അതെനിക്ക് അറിഞ്ഞൂടാ. എവിടെ വീട്ടിൽ പോയി നമുക്ക് വല്ല വെള്ളം കുടിച്ച് ചാവാന്നുള്ളത് നമ്മളെ സ്വപ്നം മാത്രമാണ്. നമ്മൾ എവിടെ വീട്ടിൽ പോകുമ്പോ പോണ വഴിക്ക് കൊല്ലം കഴിച്ചു കൊണ്ടാണ് പോവാൻ. കുറേ നേരമായേ തുടങ്ങിയിട്ട്. ഇവിടെ കൊണ്ട് തന്നെ മലയാളത്തില് എനിക്ക് മലയാളം പഠിക്കുന്ന
അവള് പഠിപ്പിച്ചിട്ട് എനിക്ക് ഫുൾ മാർക്ക് കിട്ടി, അവൾക്ക് മാർക്ക് കുറഞ്ഞു. അവൾക്ക് 99, എനിക്ക് 100 കിട്ടി. പഠിപ്പിച്ചവർക്ക് കുറഞ്ഞും പഠിച്ചവർക്ക് കിട്ടുകയും ചെയ്തു. പ്രൗഡ് ആയിരിക്കണേ, നീ പഠിപ്പിച്ചിട്ട് എനിക്ക് ഫുള്ള് കിട്ടിയില്ല. എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മലയാളം പഠിപ്പിക്കാൻ കുറച്ച് പിള്ളേരായിട്ട്, ഓർമ്മയുണ്ടോ? മങ്കൂസ് ട്യൂട്ടോറിയൽ. നമ്മളിങ്ങനെ കുഞ്ഞു പീസസ് ആയിട്ട് കട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഫ്രൈസ് വലുതായിട്ട് പോകും. എല്ലാരും കണ്ടാ സ്റ്റോറേജ്. നിങ്ങൾ എയർ ഫ്രയർ വാങ്ങിക്കൂ. എയർ ഫ്രയറിനകത്ത് ഒരു എത്ര പാക്കറ്റ് ഇടാൻ പറ്റുന്നേ? 3-4 പാക്കറ്റ് ഇടാം. പാക്കറ്റ് ഇടാൻ പറ്റും. ഓക്കെ, നിങ്ങൾ അത് കീപ് ചെയ്യും, മൈൻഡിൽ കീപ് ചെയ്യൂ. ഓക്കെ, നിങ്ങൾക്ക് അത്ര എരി വേണ്ട. വേണം വേണം, ഇട് ഇത്രയും വേണം. അത്രയും വേണ്ട. ആ ഇട്ടാ ഫ്രഞ്ച് ഫ്രൈസ് റെഡി. Wow. Wow. Tasty crispy French fries. Crispy sound കേൾക്കില്ല. കഴിച്ചോക്കുന്നു. എരിവ് കൂടിയെന്നല്ലാണ്ട് കൊള്ളാം. കുറ്റം പറയും മിക്കവാറും. കണ്ട ഫസ്റ്റ് ഇൻസ്റ്റന്റ് റിയാക്ഷൻ നെഗറ്റീവ്. എനിക്കിത് വേണ്ടെന്ന് പറയും. സ്പാനിഷ് ഡിഷ്. എങ്ങനെയാണോ ടേസ്റ്റ് തോന്നുന്നത് അതാണ് എൻ്റെ ടേസ്റ്റ്. ഇത് വേറെ സാധനം, എന്തെങ്കിലുമൊക്കെ പോലെ തോന്നണില്ലേ? കുറയ്ക്കാൻ ടേസ്റ്റ് ഇല്ലേ? ഇല്ലേ? പറ ഉണ്ടെന്ന്. ഏതാ പറ? വാവ് എന്ന് പറ. ഒന്നും കൂടെ കട്ട് ചെയ്തെടുക്കാം. 3, 2, 1. വാ. അമ്മ പോ, അമ്മ ഞാൻ മിണ്ടൂല, തരൂല. വേണോ? യെസ്, നമ്മൾ ശിവരാത്രി കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് കഴിഞ്ഞവണ ഇച്ചിരിയെങ്കിലും ഉറക്കം വന്നു. ഇത്തവണ എനിക്ക് കണ്ണിലൊരു തുള്ളി ഉറക്കില്ല. നീ ഒന്നും പറയണ്ട, നീ ഒന്നും പറഞ്ഞു. ഇന്നലെ നീ കട്ടായി നിന്നത് എൻ്റെ ഒരു വീഡിയോ ഉണ്ട്. എനിക്ക് ഒരു തുള്ളി ഉറക്കം വന്നില്ല. ഇവിടെ വരെ ഞാനാണ് കൺട്രോൾ ചെയ്തോണ്ടിരുന്നത്. കല്യാണം കഴിയാത്ത പെൺപിള്ളേര് നല്ല ഭർത്താവിനെ, കല്യാണം കഴിഞ്ഞവർക്ക് ഭർത്താവിന്റെ ആയുസ്സായി. അമ്മ എന്തെടുക്കാത്ത? ഞാൻ പകുതി എടുത്തു. 50 വയസ്സായി. അപ്പൊ ഇനി 50 വയസ്സ് പകുതി എടുത്താൽ 100 വേണ്ട വേണ്ട, അവന് കുറച്ച് മതി. ഇതൊന്നും വരാത്ത. ഞാൻ എരി വിട്ടതാണ്, എനിക്ക് എരി ഇഷ്ടമാണ്. ഞാൻ കുരുമുളകും കൂടി ഇടും, അപ്പൊ കുറച്ചും കൂടി എരി. വല്ലാത്ത കുഴപ്പം തന്നെ. എരിവും ചൂടും ആ കോമ്പിനേഷൻ. അപ്പൊ നമുക്ക് കണ്ണൊക്കെ ഇങ്ങനെ ചുമന്ന് വരുന്നുണ്ടാവും, വെള്ളം തുള്ളി പോലെ വരും. ആ നല്ല ടേസ്റ്റ് ഇല്ല. ഇഷ്ടമുള്ളവർ കമന്റ് ചെയ്യും. ഓക്കെ, ഞാൻ എന്താ ഫ്രഷായി റെഡിയായി. നമ്മൾ ഈ സ്പോട്ടിലുള്ളൊരു അമ്പലത്തിൽ പോവാം. ഞാൻ കഴിഞ്ഞ വർഷവും ശിവരാത്രിയുടെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വ്രതം ഞാൻ മുറിച്ചത് ആ അമ്പലത്തിൽ പോയിട്ടാണ്. അപ്പോൾ എനിക്കിന്നും അവിടെ പോകാനൊരാഗ്രഹം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാനും അമ്മയും അച്ഛനും. നന്ദു പോയി. ഇത്ര നേരം ഉണ്ടായിട്ട് പോയപ്പോൾ ഒരു സൈലൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അവളോട് പറയില്ല കേട്ടോ, തോന്നും ഈ വ്ളോഗ് കാണുമ്പോൾ അവൾ കേട്ടാൽ മതി. ഓക്കെ, സോ ഞാൻ എന്താ ഇന്ന് ഈ ഒരു പൊട്ടൊക്കെ വെച്ച്, ഞാനിത് ഷൂട്ടിനൊക്കെ മാത്രമേ ഈ പൊട്ട് വെക്കാറുള്ളൂ. ഞാനത് ഡെയിലി ലൈഫിൽ ഞാൻ വെച്ചിട്ടില്ല. ഇന്നെന്താ ചുമ്മാ ഇറങ്ങിയപ്പോൾ എനിക്കത് വെക്കാൻ തോന്നി. സോ അവർ റെഡിയായി. അപ്പോൾ നമുക്ക് പോകാം. ഗൈസ്, എൻ്റെ പുതിയ ലിപ്സ്റ്റിക് ഷെയ്ഡാണിത്. മാർസിൻ്റെ ലീഡിങ് ലേഡി. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നാച്ചുറാലിറ്റി ഇല്ലേ? ഓക്കെ, ഇൻ കേസ് ആരെങ്കിലും ചോദിച്ചാലോ എന്ന് വെച്ചിട്ട് പറഞ്ഞതാ. ഓക്കെ, ഇപ്പം ഇന്ന് കിട്ടിയ നൈക്കയിലെ ഒരു സ്വാച്ചാണിത്. ബട്ടർ പോലെ ഓരെങ്ങനെ നല്ല കളറല്ലേ? നോക്ക്, നാച്ചുറൽ ആയിട്ടില്ലേ? ചുണ്ടിലിട്ടയ്ക്കും പോലെ ഇല്ലല്ലോ. നോക്കച്ചു അച്ചു അടച്ചാ അച്ചു അടച്ചാ. ചുക്ക് കാപ്പിയുടെ മണം കേട്ടോ. അങ്ങനെ നമ്മളിതാ ത്രിമൂർത്തി ക്ഷേത്രത്തിൽ തൊഴുതിറങ്ങി. ആൻഡ് ഫൈനലി നമ്മുടെ ശിവരാത്രി വ്രതം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അയ്യാരെ വരണം, പിന്നെ പറയാം. ഒരാളുടെ നാച്ചുറൽ ആക്ടിങ് നമുക്ക് കാണാം ഗായ്സ്. ഇല്ല, ഇട്ടു എന്ന് പറഞ്ഞ് ഡിസ്ട്രോയ് ചെയ്തു. അങ്ങനെ വളരെ സക്സസ്ഫുൾ ആയിട്ട് ഞാൻ എൻ്റെ ശിവരാത്രി വ്രതം കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം സമയം എത്ര ആച്ചു? 7:45. എനിക്ക് പക്ഷെ ഉറക്കം വരണില്ല.
എന്ത് കുഴപ്പമാണ് ഈശ്വര. എൻ്റെ കണ്ണിൽ എനിക്ക് ഇച്ചിരി പോലും മറ്റേ മയക്കം വരണില്ല. പക്ഷെ എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. വിശന്ന് ഞാൻ ചിലപ്പോൾ ഇനി തലകറങ്ങും. രാവിലെ ആ മസാല ദോശ കഴിച്ചതാണ്, ഒരു മസാല ദോശ. പിന്നെ ഇടയ്ക്ക് ഒരു ഇത് അയ്യോ സർബത്തോ എന്താ പറയുന്നത്, ഒരു പേര് മറന്നു. ഞാൻ ഇവിടെ എഴുതി കാണിക്കാമേ. അയ്യോ ഇരുട്ടായി, പല്ല് മാത്രം കാണാം. അത് കുടിച്ചു. പിന്നെ അമ്മച്ചിയുടെ അവിടുന്ന് ഒരു 2 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് ജ്യൂസും കുടിച്ചു. എനിക്കൊന്നും കാണില്ല. അതാണ് ഞാൻ ആകെ ഇന്ന് കഴിച്ചിട്ടുള്ളത്. അല്ലാതെ ഫുഡായിട്ട് ആ മസാല ദോശ മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരെ ഫുഡ് കഴിക്കണം. നോൺ വെജ് കഴിക്കണം എന്നാണ് ഞാൻ കേട്ടത്. ബിക്കോസ് നമുക്ക് വ്രതം മുറിക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഉറക്കം വരും. ഗൈസ്, നമ്മൾ കഴിക്കാൻ വന്നു. ഞാൻ രാവിലെ കഴിച്ചിട്ട് ഇത്ര നേരം കഴിക്കാണ്ടിരുന്നോണ്ട് കേൾക്കാവോത്തോ. ഞാൻ പൈനാപ്പിൾ ജ്യൂസ് കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ കഴിച്ചു തുടങ്ങി. ഈ പൊട്ട് ഗോപി പൊട്ട് എനിക്ക് നാൻ ആൻഡ് ചിക്കൻ ടിക്ക. ഹലോ ഗൈസ്, ഇന്നലെ വീഡിയോയ്ക്കൊരു പ്രോപ്പർ എന്ത് തരാൻ പറ്റിയില്ല. നമ്മൾ അമ്പലത്തിലൊക്കെ പോയി, സോനൻ്റെ വീട്ടിൽ പോയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് രാത്രി എത്തി. എനിക്കാണെങ്കിൽ ഉറക്കമേ വരാനുള്ള. ഞാൻ 2 മണി വരെയൊക്കെ ഒരുമാതിരി കിള്ളി പോയി നടന്നു. പക്ഷേ ഭയങ്കര ബോഡി ഇങ്ങനെ എന്താ പറയുക, ബോഡി ബാലൻസ് പോയതുകൊണ്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ എപ്പോഴോ ഉറങ്ങി. ഞാൻ ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഉറക്കം എണീച്ചത്. സോ അതെല്ലാം കഴിഞ്ഞ് വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരുന്നപ്പോഴാണ് ഞാൻ വീഡിയോ എൻഡ് ചെയ്തില്ല എന്ന് ഓർത്തത്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ. അങ്ങനെ സക്സസ്ഫുള്ളി എൻ്റെ 2ാമത്തെ ശിവരാത്രിയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ശിവരാത്രി വ്രതം എടുത്തോ, ഇതിലൊക്കെ വിശ്വാസമുണ്ടോ, അങ്ങനെയൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാം കേട്ടോ വീഡിയോ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ, ടാറ്റാ.